വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ ഒരു ക്രീമി ടേസ്റ്റി വേഗമാവണ അഫ്ഗാനി മുട്ടക്കറിയാണ്. ഇതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്, അത് തിന്നൻ നീളത്തിൽ അരിഞ്ഞ് എടുക്കുക. ഇത് നമ്മൾ നല്ലോണം ഒരു 4-5 മിനിറ്റ് നല്ലോണം വഴറ്റി കൊടുക്കണം. സവോള നല്ലോണം സോഫ്റ്റായിട്ട് വെൽ കുക്ക്ഡ് ആവണം. അപ്പോൾ ഈ സവോളയുടെ ഒരു നാച്ചുറൽ സ്വീറ്റ്നെസ് ഈ ഡിഷിന് നല്ലോണം ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ എൻഹാൻസ് ചെയ്യും. സവോള ഒരു പേഷ്യൻസോടുകൂടി നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് സവോള വേഗം വഴന്ന് കിട്ടാനും പിന്നെ വഴറ്റുമ്പോൾ കരിഞ്ഞു പോകാതെ ഇരിക്കും ഉപ്പ് ആഡ് ചെയ്താൽ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് 2ആയിട്ട് അരിഞ്ഞിടുന്നുണ്ട്, 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊന്നും നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ വഴറ്റിയിട്ട് ഒരു പേസ്റ്റ് ആക്കും. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യുക. ഈ സ്റ്റേജിൽ ഒരു 10 കാഷ്യൂം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗ്രേവി ഒരു നല്ല റിച്ച് ആൻഡ് ക്രീമി ആക്കും ആൻഡ് നല്ലൊരു ടെക്സ്ചർ ആൻഡ് ടേസ്റ്റും ഉണ്ടാവും. ബ്രോക്കൺ കാഷ്യൂ ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു വേഗമാവുന്ന ഒരു ഡിഷാണ്. അധികം അരിയാനും ഒന്നുമില്ല, ടൊമാറ്റോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ ചപ്പാത്തി റൈസിൻ്റെ ഒക്കെ കൂടെ. ഈ സവോള ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യും. ഇപ്പം നോക്കുമ്പോൾ നമുക്കറിയാം ഈ സവോളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, അത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നല്ലോണം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈവൻ കാഷ്യൂ ഒക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കുക്കായിട്ട്. ഇങ്ങനെയാണ് നമുക്ക് ഈ ബേസിക് ഒരു മിക്സ്ചർ വേണ്ടത്. ഇതാണ് നമ്മുടെ ബേസ് ഗ്രേവിയാണ്. ഇത് നല്ലോണം വഴറ്റി കുറച്ച് വെള്ളം കൂടെ ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മളിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ വേഗം തണുത്ത് കിട്ടും. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്താൽ വേഗം ഇത് തണുത്തിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റും. അരയ്ക്കാൻ നേരത്തും ഒരു 2 ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്താൽ നമ്മൾ നല്ലോണം ഒരു ക്രീമി ഗ്രേവി കിട്ടും. ഇനി ആ സെയിം പാൻ എടുത്തിട്ട് 1/2 ടീസ്പൂൺ എണ്ണ ഇട്ടിട്ട് മുട്ട ബോയിൽ ചെയ്ത് പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ മസാല വേഗം അകത്തേക്കും പിടിക്കും. ബാക്കി മുട്ട ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. 6 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു നല്ലോണം 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം. ലോ ഫ്ലെയിമിൽ ചെയ്യണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസാല കരിയാതിരിക്കാനും പിന്നെ മുട്ടയൊക്കെ നല്ലോണം ഈ മസാല വെച്ചിട്ട് കോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു 2 മിനിറ്റ് നമ്മൾ ചെയ്തെടുക്കണം. മുട്ട ബോയിൽ ചെയ്യുമ്പോൾ ഒരു 10-12 മിനിറ്റ് ബോയിൽ ചെയ്തിട്ട് നമ്മൾ ആ ചൂടുവെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് തണുത്ത വെള്ളവും കുറച്ച് ഐസും കൂടെ ഇട്ടാൽ നമ്മളുടെ മുട്ട വേഗം പീൽ ചെയ്ത് കിട്ടും. ഇതൊരു ടിപ്പാണ് ബിഗിനേഴ്സിന് വേണ്ടി. ഇനി നമ്മുടെ ആ സവോള കാഷ്യൂ മിക്സ്ചർ നമ്മൾ ഒരു മിക്സി ജാറിൽ ഇട്ടിട്ട് ഒരു 2 ഐസ് ക്യൂബോ കുറച്ച് ഐസോ തണുത്ത വെള്ളമോ ആഡ് ചെയ്തിട്ട് ഒരു പിടി മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ഒരു സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇനി ഈ സെയിം പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഇട്ടിട്ട് ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടാൽ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും നല്ലോണം കിട്ടും നമുക്ക്. ഇതൊരു 20 സെക്കൻഡ് നമ്മൾ ഒന്ന് വേഗം ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ എണ്ണയിലേക്ക് ഈ ഹോൾ സ്പൈസസിൻ്റെ ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ നല്ലോണം ഇറങ്ങും. ഇനി നമ്മൾ അരച്ച് വെച്ച് മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യണം. അരയ്ക്കുമ്പോൾ നമ്മൾ നല്ലോണം സ്മൂത്തായിട്ട് അരയ്ക്കണം, ഒരു തരിയൊന്നും ഇല്ലാണ്ട്, എന്നാലേ നമുക്കൊരു റിച്ച് ക്രീമി ഗ്രേവി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ നല്ലോണം വഴറ്റി കുക്ക് ചെയ്തെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ആ മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കുലുക്കി ആ ബാക്കിയുള്ള മിക്സ്ചറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോ ഫ്ലെയിമിൽ നല്ലോണം വഴറ്റി എടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത്
നല്ലോണം വഴറ്റിയെടുക്കണം. ഇത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വഴറ്റുക, അല്ലെങ്കിൽ ഈ ഗ്രേവിയിൽ കാഷ്യൂ ഉണ്ട്, അപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒത്തിരി ഹൈ ഹീറ്റിൽ വെച്ചാൽ. അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, വെള്ളം ഇല്ലാണ്ട് തൈര് എടുത്തിട്ട് നല്ലോണം അടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇത് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ തൈര് ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തൈര് സ്പ്ലിറ്റ് ആവും. ആൻഡ് തൈര് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആൻഡ് കണ്ടിന്യൂസ്ലി മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് സ്പ്ലിറ്റായി അതിൻ്റെ വെള്ളമൊക്കെ സെപ്പറേറ്റ് ആയി നമ്മുടെ ഗ്രേവിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി മാറും. ബിഗിനേഴ്സിന് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്താലും തൈര് സ്പ്ലിറ്റ് ആവാതെ ഇരിക്കും. ഇതൊരു 3-4 മിനിറ്റ് നല്ലോണം ഇളക്കി കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഗ്രേവി ഒരു നല്ല ടേസ്റ്റും ക്രീമി ആക്കും. ഇത് ഇൻ കേസ് നിങ്ങൾക്ക് ഒട്ടും ആഡ് ചെയ്യണം എന്നില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലാണെങ്കിലും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ കൺസിസ്റ്റൻസിയിലാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ ഇനി വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല കുറച്ചും കൂടെ ലൂസായിട്ട് ഗ്രേവി വേണം ചപ്പാത്തിക്ക് കറിയൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മുട്ട നമ്മൾ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ട ഈ ഗ്രേവിക്കകത്ത് നല്ലോണം കോട്ട് ചെയ്ത് എടുക്കണം. ഉപ്പ് നോക്കണം ഈ സ്റ്റേജിൽ. ഇൻ കേസ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ, ബിക്കോസ് എനിക്ക് കുറച്ചും കൂടെ ഒരു ലൂസ് ഗ്രേവിയാണ് വേണ്ടത്. ചൂടുവെള്ളം ആഡ് ചെയ്യണം, നോർമൽ വെള്ളം ആഡ് ചെയ്യരുത്. ചൂടുവെള്ളം നമ്മുടെ ഈ ഗ്രേവി നല്ലോണം തിക്കായിട്ട് വെക്കും. ആൻഡ് ഇങ്ങനെ വെള്ളവും ഗ്രേവിയായിട്ട് സെപ്പറേറ്റ് ആവാതെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് കവർ ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യും ലോ ഹീറ്റിൽ. ഇനി തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ അഫ്ഗാനി എഗ് കറി റെഡിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ റൈസിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. ഇത് നമുക്കൊരു മീൽ പ്രെപ്പ് ഡിഷായിട്ടും എടുക്കാം. നമുക്ക് ആദ്യം വഴറ്റി വെക്കേണ്ട സാധനങ്ങളൊക്കെ തലേദിവസം വഴറ്റി വെച്ചാൽ വേഗം നമുക്കൊരു ചെയ്തെടുക്കാനുള്ളൊരു ഡിഷാണിത്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.